ആലപ്പാട് കരിമണൽ ഖനന വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ബുധനാഴ്ച തിരുവനന്തപുരത്തായിരിക്കും യോഗം നടക്കുക. ആലപ്പാട്ടെ കരിമണൽ കള്ളക്കടത്ത് തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞെങ്കിലും ഖനനം നിർത്താതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE നടത്തുന്ന അശാസ്ത്രീയമായ ഖനനം മൂലം ഭൂവിസ്തൃതി കുറയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പാട് സമരം തുടങ്ങിയത്. 72 ദിവസം പിന്നിട്ട സമരത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പിന്തുണ ലഭിച്ചു. സമരം കേരളം സജീവമായി ചർച്ച ചെയ്തു തുടങ്ങിയതോടെയാണ് വിഷയത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ബുധനാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വ്യവസായ മന്ത്രിയും IRE ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ആലപ്പാട്ടെ കരിമണൽ കള്ളക്കടത്ത് തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ ഇതിനിടെ വ്യക്തമാക്കി. ഈ കരിമണൽ നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്ത് ഇങ്ങനെ വാരിക്കൊണ്ടുവന്നിട്ട് ഈ തമിഴ്നാട്ടിലേക്കും മറ്റും രാത്രിയിൽ ലോറി വന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി കുറേ കാലമായിട്ടുണ്ട്. ഞാനത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളിലേക്ക് പോവുകയാണ്. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും പറഞ്ഞു. ജനങ്ങളോട് ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. എന്തായാലും ഗവൺമെൻറ് ജനങ്ങൾക്കെതിരല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജനം ഉന്നയിച്ച ആവശ്യമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. എന്നാൽ ഖനനം നിർത്തിയാൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് സമരസമിതി. നിലവിൽ നടക്കുന്ന ഖനനം നിർത്തിവെച്ചുകൊണ്ടല്ലാതെ മറ്റു യാതൊരു വിധമായ ചർച്ചയ്ക്കുമുള്ള സാധ്യത ഞങ്ങൾ കാണുന്നില്ല. കാരണം എല്ലാ പഠന റിപ്പോർട്ടുകളും തീരദേശ ഖനനത്തിനെതിരാണ്. സമരത്തിൽ ഇടപെടാൻ സർക്കാർ വൈകിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ജനങ്ങളുടെ ആശങ്ക പരിഗണിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.